മോളെ ഞാനേ നിങ്ങളുടെ 3 പേരുടെയും കൂടെ ബാങ്കിലിട്ടിരുന്ന സ്ഥിര നിക്ഷേപം കാലാവധി പൂർത്തിയായി. ഞങ്ങളുടെ 3 പേരുടെയും പേര് ഫിക്സ് ഇട്ടിരുന്നോ? എത്ര ഉണ്ടമ്മേ? എത്ര ഉണ്ട് മോളെ? 3 പേർക്ക് ഓരോ ലക്ഷം വെച്ചോണ്ട്. 1 ലക്ഷമോ? 26 വർഷമായല്ലോ അമ്മേ അമ്മ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു. ഞാനും എന്റെ അണ്ണനെ ഒരു ഉച്ചി പോകുന്നൊരു വാക്ക് അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? എന്റെ 2 കുഞ്ഞുങ്ങൾ മൂത്തവളെ കെട്ടിക്കാറുമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് എന്തുകൊണ്ട് വരുമാനം? ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ആ മനുഷ്യൻ വീട്ടിൽ ഇരിക്കോ? ഒരു കട തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പൈസ ഇല്ലാത്തതുകൊണ്ടല്ലയോ അമ്മേ? അമ്മ ഈ 3 പേർക്കും കൂടി ഇത് വീതിക്കാൻ നിൽക്കാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമാകത്തില്ലയോ അമ്മേ? അമ്മ അത് ചെയ്തില്ലല്ലോ അമ്മേ. അമ്മ 3 പേർക്കും കൂടെ ആണല്ലോ അമ്മ അത് ഇട്ടത്. മോളെ നിങ്ങൾ 3 പേരും എനിക്ക് ഒരുപോലെ, പക്ഷെ അതിനകത്ത് ഇത്ര ക്ഷീണം നിനക്കതെന്ന് എനിക്കറിയാം. ഞാനും എന്റെ അണ്ണനും കുഞ്ഞുങ്ങളും കിടന്ന് കഷ്ടപ്പെടുക. ഞങ്ങളുടെ കഷ്ടപ്പാട് ആരറിയാനാ? മോളെ നീ എന്നാ വിഷമിക്കണ്ട, അത് മൊത്തം നിനക്ക് അങ്ങ് വന്നേക്കാം. 3 പേരുടെയും കൂടെ നീ എടുത്തോ. അമ്മ വെയിലത്തുനിന്ന് വന്നില്ലയോ? അമ്മയ്ക്ക് അത് നാരങ്ങ വെള്ളം ഇട്ട് തരാമേ. അമ്മ ഈ പഴവും തിന്നോണ്ട് ഇവിടെ ഇരിക്കുവാന്ന്. അമ്മ എന്റെ കുഞ്ഞിന്റെ കല്യാണം ഇങ്ങടുത്തു. സ്വർണ്ണം ഇതുവരെ എനിക്ക് ആയിട്ടില്ല. എന്തോ ചെയ്യുന്നു? അവർ വലിയ ആൾക്കാരാണ്, നമ്മൾ വല്ലതും കൊടുക്കുമെന്നുള്ള വിചാരമുണ്ട്. പക്ഷെ എന്റെ ഒന്നും സ്വർണ്ണം അല്ലെങ്കിൽ സ്വർണ്ണം വിലക്ക് എങ്ങനെ ഞാൻ സ്വർണ്ണം കൊടുക്കും? മോളെ ഇത്രയും എല്ലാം കാര്യങ്ങൾ റെഡിയാക്കിയപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതിനെക്കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ലയോ? സ്വർണ്ണം അവർക്ക് കൊടുത്തില്ലല്ലോ. ലോകത്തിൽ എല്ലാവർക്കും മതിയുള്ളതല്ലയോ പിള്ളേർക്ക് നമ്മുടെ മനസ്സറിഞ്ഞ് കൊടുക്കുന്നു? ഒന്നുമില്ലേ? എന്റെ പൊന്നമ്മച്ചി, ഈ വിലക്ക് ഞാൻ എങ്ങനെ കൊടുക്കും? ഞാൻ ഇത്രയും സ്വർണത്തിനുള്ളതൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഇപ്പം ഈ വില കൂടിയപ്പോൾ ഞാൻ എന്തോ ചെയ്യുമെന്നാണ് വിചാരിക്കുന്ന അമ്മ. അപ്പൊ എങ്ങനെ മോളെ ഇനിയുള്ള കാര്യം? അമ്മയുടെ ഈ വളയും ആ മാലയും കൂടെ എനിക്ക് വേണം. അത് എടുക്കാൻ വേണ്ടിയിട്ടാ ഞാൻ. അയ്യോ, എനിക്ക് ഇത് മാത്രമല്ല ഉള്ളോ മോളെ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. താൽക്കാലികമായിട്ട് ഇങ്ങോട്ട് തന്നാൽ മതി. എന്റെ ചെറുക്കൻ ഗൾഫിലോട്ട് പോയിട്ടുണ്ട്. അവൻ വരുമ്പോ ഇത് എടുത്തു തരും അമ്മയ്ക്ക്. ഞാൻ അമ്മ ഇത് മാലയും കൂടെ കൊടുത്താ എനിക്കിത് വേണം. അമ്മ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിത് വേണം. എന്റെ കുഞ്ഞിനെ കെട്ടിക്കുന്ന കാര്യമാണ് എനിക്ക് വലുത്. അന്നേ ഈ വണ്ടി എടുക്കാൻ നേരം അമ്മയോട് 1 ലക്ഷം രൂപ വെച്ചപ്പോ ചങ്ക് പൊട്ടിയാ തന്നത്. ഇപ്പൊ ദാ തലകറക്കം വന്നപ്പോഴേ കൊണ്ടുപോകാൻ എന്റെ വണ്ടിയാണല്ലോ ഉപകാരപ്പെട്ടത്. ഇപ്പൊ മനസ്സിലായോ അത്? ആശുപത്രി പോയിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറയുന്ന പല പ്രാവശ്യമായിട്ടും വന്നിട്ട് ഈ തലകറക്കത്തിന് കുറവില്ല. അവർ പറയുന്ന പോയി MRI സ്കാൻ എടുക്കാൻ, അത് പത്തനംതിട്ട പോകണം. അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ 7500 രൂപയാവും. ഞാൻ കൊണ്ടുപോയില്ല, ഞാൻ ഇങ്ങ് കൊണ്ടുവന്നു. അപ്പൊ ആ പൈസ ഞാൻ ചെലവാക്കണോ? മോനെ, ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളുടെ പൈസ തന്നിട്ടില്ലയോ? അതേ കുറച്ചെടുത്ത് ചെലവാക്കാം. അണ്ണാ, നമ്മളെന്തിന് പൈസ കൊടുക്കണം? നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. വേറെ മക്കളുണ്ടല്ലോ. അമ്മ എന്നാ വർത്താനം എന്നോട് ഈ പറയുന്നത്? എന്റെ കൊച്ചിനെ കടിച്ച് എന്റെ കട ചെയ്ത് തീർന്നിട്ടില്ല. എന്റെ ചെറുക്കനെ പഠിപ്പിച്ചതിന്റെയും അവനെ ഗൾഫിൽ വിട്ടതിന്റെയും കടം തീർന്നിട്ടില്ല. ഒരു വണ്ടി എടുത്ത് എന്റെ EMI അടയ്ക്കാൻ കിടക്കുന്നു. അപ്പോഴാണ് ഞാൻ ഈ ചെലവാക്കുന്നത്. അതെല്ലാം പോട്ടെ, അമ്മമാര് മക്കൾക്ക് പലതും ചെയ്തെന്നിരിക്കും. അതെല്ലാം തിരിച്ചു കിട്ടുമെന്നോർത്താണോ? അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്റെ അമ്മയെ. നീ തന്നെ ഇത് പറയണമടി മോളെ. ഞാന് നിന്റെ മോളെ കെട്ടിക്കാനെ കൊണ്ട് എന്റെ കെട്ടുകാരി വരെ നിനക്ക് ഞാൻ തന്നു. മോനെ പഠിപ്പിക്കാനും കേൾപ്പിക്കാനും പൈസ ഞാൻ തന്നു. നിനക്ക് കാറ് വേണമെന്ന് പറഞ്ഞ് ആദ്യം ഞാൻ മേടിച്ചു തന്നു. നീ എന്തെങ്കിലും 3 മക്കൾക്കും കൂടെ ഉള്ള വിഹിതം മൊത്തം കൂടെ നീ എന്നെ നീ നിന്റെ കെട്ടിയോടും കൂടെ പിടിച്ചു മേടിച്ചു. ഇനി ഞാൻ അവരുടെ കൂടെ പോകണമെന്നോ? ഞാൻ പോകത്തില്ല മോളെ, ഞാൻ എങ്ങും പോകത്തില്ല. ഞാൻ ഇവിടെ തന്നെ കിടന്നു മരിക്കത്തേ ഉള്ളൂ. ഞാൻ പോകത്തില്ല.